വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നത്. ആ വചനം ആ വചനം ഏതായിരുന്നു? ദൈവത്തെ ദൈവത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറന്നു പോകാൻ പാടില്ലാത്ത, അതായത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. ആദ്യമായിട്ട് ഞാൻ കേട്ടത്, അതായത് ഈ വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ ആദ്യമായി ഞാൻ കേട്ടത് മറന്നുപോകരുത്. അത് അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊള്ളണം. എങ്ങനെ? ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവം നിങ്ങളെ ശിക്ഷിച്ച് വളർത്തി ഇവിടെ എത്തിച്ചത് നിങ്ങളെപ്പോഴും ഓർത്തുകൊള്ളണം. അതുപോലെ തന്നെ പിന്നെ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നിങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചു എന്ന് ഓർക്കണം. അതെന്തിനാ അത് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഒരപ്പനും മകനും തമ്മിലുള്ള ജീവിതം, ആ മകൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ തക്ക അനവധി കാര്യങ്ങളുണ്ട്. അപ്പൻ സ്നേഹിച്ച് തനിക്ക് കളിപ്പാട്ടം മേടിച്ചു തന്നു ഓർക്കും, ഭക്ഷണം തന്നു ഓർക്കും, പാനീയം തന്നു ഓർക്കും, തനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർക്കും. പക്ഷെ അതല്ല പ്രധാനം. തൻ്റെ പ്രവൃത്തിയിൽ അപ്പന് ദേഷ്യം വന്നത് ഏതെന്ന് ആ മനുഷ്യൻ മകൻ കണ്ടുപിടിക്കണം. ഞാൻ ചെയ്ത ഇന്ന കാര്യം അപ്പന് തീരെ സഹിച്ചില്ല, അന്ന് അപ്പം പൊട്ടിത്തെറിച്ചു. ബാക്കിയുള്ള എല്ലാം പോലെയല്ല. ഒരു കൊച്ച് ഇപ്രകാരം പറഞ്ഞ് സംഭവിച്ച ഒരു കാര്യമാണ്. ആ കുട്ടി വഴക്ക് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ്, മര്യാദയ്ക്ക് ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, ഇല്ല എങ്കിൽ അവനവൻ്റെ വഴി നോക്കിക്കൊള്ളണം, ഇറങ്ങിപ്പോയിക്കൊള്ളണമെന്ന്. ചില കഴിഞ്ഞപ്പോൾ ഈ കണ്ട കാഴ്ച, ഈ കുട്ടി അവൻ്റെ ഒരു ഷർട്ടും, അവൻ്റെ ഇച്ചിരി ഇല്ലാത്ത കൊച്ച, അവന് ചില സാധനങ്ങളൊക്കെ അവനെടുത്ത് വന്നിരിക്കുന്നു. എന്തൊരു പ്രായമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്തമാനം പറയാനൊന്നും ശരിക്കും തുടങ്ങിയിട്ടില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് ആ അമ്മയാണ് അതിന് അന്നേരം ഭയങ്കര ദേഷ്യം വന്ന് വടിയെടുത്തോണ്ട് വന്ന് 2-3 എണ്ണം അങ്ങ് കൊടുത്തു. സങ്കടം വന്നു പോയി. കാരണം ബാക്കിയെല്ലാം സഹിക്കാം, അതവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിച്ചു, നീ എവിടെ പോകും? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ എവിടെ പോകാനാണ് നിന്റെ ഉദ്ദേശം? അതിനവൻ ചില മറുപടിയും പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഒരിക്കലും അപ്പനും അമ്മയും സഹിക്കില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇത് ഒരു മനുഷ്യൻ, ഒരു മകൻ, മകൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കുള്ളതാണ്. ഇല്ല എങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് അപകടം വരും. കാരണം വചനം പറയുന്നത്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അതെന്താ കാരണം? യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിൽ പറയുന്നത് പ്രകാരമാണ്, ഞാൻ എൻ്റെ കോപം എന്നേക്കും സംഗ്രഹിക്കില്ല, ഞാൻ എന്നേക്കും കോപിക്കില്ല. കാരണം എൻ്റെ കോപം നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും? അവരുടെ ആത്മാവും അവരുടെ പ്രാണനും എൻ്റെ മുമ്പാകെ ക്ഷയിച്ചു പോകും. അതാ ദൈവത്തിൻ്റെ കോപത്തെ സൂക്ഷിക്കണമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കോപത്തെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അതാണ്. ദൈവം പറഞ്ഞതനുസരിക്കാതിരുന്നിട്ട് ദൈവത്തിൻ്റെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ കാര്യങ്ങളും അതൊന്നും മറന്നു പോകരുതെന്ന. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പൻ്റെ ഇഷ്ടമേത്, ഇഷ്ടമല്ലാത്തത് ഏത് എന്ന് അറിഞ്ഞ്, ഇഷ്ടമല്ലാത്തത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ
ഇഷ്ടമല്ലാത്തത് മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാരണം ആ മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവര് ഏത് നിലയിൽ എത്തിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും, കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും സ്നേഹിക്കും, സഹായിക്കും. എവിടം വരെ? തന്നോളം. അതിന് മേളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മാതാപിതാക്കൾ അങ്ങനെയല്ല. മക്കൾ തന്നേക്കാൾ ജ്ഞാനികളായിരിക്കണം, തന്നേക്കാൾ ബലവാന്മാരായിരിക്കണം, തങ്ങളെക്കാൾ ശക്തന്മാരായിരിക്കണം, പ്രതാപശാലികളായിരിക്കണം. അപ്പോൾ തങ്ങളെ ഇല്ലാതാക്കിയിട്ടാണ് ഈ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അതറിഞ്ഞിട്ട് അവർക്ക് വിഷമമുണ്ടാക്കുന്നതും അവർക്ക് ഭാരമുണ്ടാക്കുന്നതും അവർക്ക് വേദനയുണ്ടാക്കുന്നതായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരിക്കലും ഇനി ഞാൻ കോപിപ്പിക്കാൻ പാടില്ല എൻ്റെ ദൈവത്തെ, എൻ്റെ പിതാവിനെ കോപിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്താൽ നിശ്ചയം അവൻ്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടും സംരക്ഷിക്കപ്പെട്ടും ഇരിക്കും. അതാണ് നമ്മൾ കേട്ടത്. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതം, ഞാൻ മറ്റൊരാളുടെ ജീവിതം ഓർക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ദൈവത്തെ കോപിപ്പിച്ചു എന്ന് ആ ഓരോ സന്ദർഭങ്ങളും ഞാൻ ഓർക്കുകയാണ്. അത്രമാത്രം ഞാൻ കോപിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങേയറ്റം വിഷമവും പ്രയാസവുമുണ്ട്. എനിക്കതിൽ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം ഇന്നും ഞാൻ അതിൽ നിന്ന് മുക്തനായിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ ഞാൻ അവനെ കോപിപ്പിക്കുമോ, ആ വിഷയത്തിൽ ഞാൻ ഇനി അവനെ കോപിപ്പിക്കുമോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത. നമുക്ക് കണ്ടുപിടിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആ വചനം കേൾപ്പിച്ചതാണെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് അങ്ങേയറ്റം തകർച്ചയുണ്ടാക്കുന്നതാണ്, അവർ തന്നെ ഇല്ലാതാകുന്നതായ വാക്കും പ്രവൃത്തികളും നിരൂപണങ്ങളും ജീവിതങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് ഓർത്ത് അതിൽ നിന്ന് മാറിയിരിക്കാൻ ഇന്ന് തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഈ ആരാധന സ്വർഗം പ്രസാദിച്ചു കഴിഞ്ഞു. ആ വാക്യം കേട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനം ദാസர்கள் കൂടി പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് ഇവിടെ ദൈവം പ്രവർത്തിക്കാനിടയായി തീർന്നു. പ്രവർത്തിക്കട്ടെ. ദൈവമേ, എൻ്റെ ദൈവത്തെ ഞാൻ കോപിപ്പിച്ചല്ലോ, അതിൻ്റെ സന്ദർഭങ്ങൾ ഇന്നതാണല്ലോ. കർത്താവിന് സ്തോത്രം. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ആ പ്രവൃത്തി, ആ വാക്ക്, ആ നിരൂപണം, ആ ജീവിതം വരാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണമേ. ഈ ഓർമ്മയുണ്ടെങ്കിൽ വചനം പറയുന്നത് നീ എപ്പോഴും ഓർക്കുക, ദൈവം നിന്നെ പ്രസാദിക്കും. കാരണം മനസ്സോടെയല്ല അവൻ കോപിക്കുന്നത്. കാരണം ഇനിയൊരു കോപം വന്നു കഴിഞ്ഞാൽ പ്രാണന് ക്ഷയം വരും, ദോഷം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നീ ഇത് ഓർത്തുകൊള്ളണം, പ്രാണന് ക്ഷയം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാണന് ക്ഷയം വന്നിട്ട് പിന്നെ നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഓർക്കാം. കർത്താവിന് സ്തോത്രം.